ആഴ്ച റിപ്പബ്ലിക് ഡേ ആഘോഷത്തിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ നാം കാണുകയുണ്ടായി. അത് ഒരു ഫോറസ്റ്റ് ഓഫീസർ പരസ്യമായി മന്ത്രിയുടെ പ്രസംഗത്തെ ചോദ്യം ചെയ്യുകയും വലിയ രീതിയിലുള്ള പിന്തുണ അവർക്ക് ലഭിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയായ മാധവി ജാദവാണ് പരസ്യമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. റിപ്പബ്ലിക് ഡേ ദിവസത്തിൽ ജലസേചന വകുപ്പ് മന്ത്രിയായ ഗിരീഷ് മഹാജൻ ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിൽ പല ആളുകളുടെയും പേരുകൾ അദ്ദേഹം പരാമർശിച്ചു. പക്ഷേ ബോധപൂർവം ഭരണഘടനാ ശില്പിയായ അംബേദ്കറിൻ്റെ പേര് പരാമർശിക്കാതെ ഒഴിവാക്കി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ജയ് ഭീം മുദ്രാവാക്യവുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ രംഗത്ത് വന്നത്. ഇവിടെ ചോദ്യം ഇതാണ്: ഭരണഘടന പുനഃസ്ഥാപിക്കപ്പെട്ട റിപ്പബ്ലിക് ദിവസത്തിൽ ഭരണഘടനാ ശില്പിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ ഭീംറാവ് അംബേദ്കറിൻ്റെ പേര് എന്തുകൊണ്ട് മിനിസ്റ്റർ BJP മന്ത്രി പരാമർശിക്കുന്നില്ല? ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്, ചരിത്രപരമായ ഒരു തിരസ്കരണമുണ്ട്. അതാണ് അവർ ഉന്നയിച്ച കാതലായ വിഷയം. മേക്കിംഗ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ രൂപീകരണത്തിലോ സ്വാതന്ത്ര്യ സമരത്തിലോ പങ്കെടുക്കാത്ത ഒരുപാട് ആളുകളെ പരാമർശിക്കുമ്പോഴാണ് അംബേദ്കർ എന്ന പേര് ഒഴിവാക്കപ്പെടുന്നത്. വീഡിയോ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം മന്ത്രിക്ക് വിശദീകരണം നൽകേണ്ടി വന്നു. താൻ ബോധപൂർവം ഒഴിവാക്കിയതല്ല, പല സ്ഥലങ്ങളിലും അംബേദ്കറിനെ പറ്റി പറയാറുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാധവി ജാദവിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, അവർ വലിയ രീതിയിലുള്ള വായനയും അറിവും ഒക്കെയുള്ള ചരിത്രാവബോധമുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. തന്നെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഇത്തരം ഔദ്യോഗിക പദവികളിലെത്താൻ സഹായിച്ചത് ഡോക്ടർ അംബേദ്കറാണ്. അംബേദ്കർ ഉൾപ്പെടെയുള്ള നവഭാരത ശില്പികളെ പലപ്പോഴും BJP വിസ്മരിക്കാറുണ്ട്. രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച അംബേദ്കർ ഉൾപ്പെടെയുള്ള, നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പറയാൻ BJPക്ക് മടിയാണ്. ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത പല പേരുകളും അവർ ആഘോഷിക്കുന്നു. ഗോഡ്സെയാണ് അവരുടെ റോൾ മോഡൽ. ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ഒന്നുമില്ലാത്ത ഇന്ത്യയാണ് അവരുടെ സങ്കല്പത്തിലെ ഇന്ത്യ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.